ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനം 2 കൊറിന്തോസ് 6:18. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും. ദിവ്യകാരുണ്യ നാഥനോടുള്ള പ്രാർത്ഥന. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്നരുളി ചെയ്ത യേശുവേ, പാപം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ പാപത്തെയും ബലഹീനതകളെയും ഏറ്റെടുത്ത് കൃപയുടെ നീർച്ചാലൊഴുക്കി എനിക്ക് പുതുജീവൻ നൽകണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, പരിശുദ്ധാത്മശക്തി എന്നിലേക്ക് പകരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഉദ്ധിതനായ യേശുവേ, എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും രോഗങ്ങളും എടുത്തുമാറ്റി അവിടുത്തെ ഉദ്ധാന ശക്തിയാൽ എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ഈശോയെ, അവിടുത്തെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ എൻ്റെയും ഞാൻ മുറിവേൽപ്പിച്ചവരുടെയും എന്നെ മുറിവേൽപ്പിച്ചവരുടെയും ആന്തരിക മുറിവുകളെ കഴുകി സുഖപ്പെടുത്തണമേ. എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേറ്റുകൊണ്ട് എൻ്റെ മേലുള്ള ശിക്ഷകളെയും ശാപങ്ങളെയും രക്ഷയാക്കി മാറ്റുന്ന ഈശോയെ, അവിടുത്തെ തിരുക്ഷതങ്ങളാൽ എൻ്റെയും എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പൂർവികർ എന്നിവരുടെയും എല്ലാ ശാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും രക്ഷ നൽകണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അവിടുത്തെ മാംസരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയുടെ സ്പർശനത്താൽ എൻ്റെ ശരീരത്തിൻ്റെ തെറ്റായ പ്രവണതകളെയും രോഗങ്ങളെയും എടുത്തുമാറ്റി എന്നെ പരിശുദ്ധമാക്കണമേ. അവിടുത്തെ മാംസരക്തങ്ങൾ സ്വീകരിച്ച ഞാൻ വഴി അങ്ങയുടെ സാന്നിധ്യത്താൽ അനേകരെ രക്ഷിക്കുവാൻ ഇടയാകട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ അവിടുന്ന് ചൊരിയുന്ന കരുണ എല്ലാ മനുഷ്യ മക്കളിലേക്കും വർഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.